നമസ്കാരം. രാമേശ്വരത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. കന്യാകുമാരി രാമേശ്വരം എക്സ്പ്രസിൽ കയറി രാവിലെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ആ സമയത്ത് തന്നെ ബസ് കയറി നേരെ ധനുഷ്കോടിയിലേക്ക് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് ഞങ്ങൾ എത്തി. ഇപ്പോൾ രാവിലെ 10 മണി. ഇനി ധനുഷ്കോടിയിലേക്ക് പോക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ശക്തമായ വെയിൽ ഇപ്പം തന്നെ വന്നു തുടങ്ങി. ഈ സമയത്ത് തന്നെ വേർത്ത് കുളിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഇന്ന് ട്രെയിൻ കയറി നേരെ മധുരൈ വഴി തിരുനെൽവേലിയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ദിവസവും രാവിലെ 11:30 മധുരൈ ഭാഗത്തേക്ക് ഒരു പാസഞ്ചർ ഉണ്ട്. അതിലാണ് നമ്മൾ ഇന്ന് പോകുന്നത്. രാമേശ്വരം റെയിൽവേ സ്റ്റേഷന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്. നിലവിൽ ഇപ്പോൾ ഇവിടെ സ്റ്റേഷന്റെ നവീകരണം നടക്കുകയാണ്. കുറച്ച് വർഷങ്ങളെടുക്കും നല്ലൊരു സ്റ്റേഷനായി വരാൻ. ഇനിയിപ്പോൾ നമുക്ക് ഇതുവഴി നടന്ന് സ്റ്റേഷന്റെ ഭാഗത്തേക്ക് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ രാമേശ്വരം ധനുഷ്കോടിയൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും രാവിലെ തന്നെ വരുന്നതാണ് നല്ലത്. സ്റ്റേഷന്റെ ആ ഒരു ഭാഗത്തെ തൂണുകളൊക്കെ കണ്ട, ഇതൊക്കെ നല്ലൊരു പ്രത്യേക ഡിസൈനിങ്ങിൽ തന്നെയാണ് നിർമ്മിക്കുന്നത്. പിന്നെ ഇവിടെ തന്നെ റെയിൽവേന്റെ റിട്ടയറിംഗ് റൂം സൗകര്യമൊക്കെ ഉണ്ട്. ഞങ്ങൾ ഓൺലൈൻ വഴി നോക്കിയ സമയത്തൊന്നും കണ്ടില്ല. എനിക്ക് തോന്നിയത് ഓഫ്ലൈൻ ആകാനാണ് സാധ്യത. നമുക്ക് പോകാനുള്ള വണ്ടി ഇവിടെ ഓൾറെഡി വന്നു. കാരണം മധുരൈ രാമേശ്വരം പാസഞ്ചർ ഇവിടെ ഓൾറെഡി എത്തി. ഇനി അത് തന്നെയാണ് തിരിച്ചു പോകുന്നത്. ഇവിടെ തന്നെ ഒരുപാട് ടാക്സികളൊക്കെ ഉണ്ട് കേട്ടോ. ആ സ്റ്റേഷന്റെ ഒരു നല്ലൊരു കാഴ്ച. തൂണുകൾ നല്ലൊരു ഡിസൈനിങ്ങിൽ തന്നെയാണ് ഇവിടെ നിർമ്മിക്കുന്നത് കേട്ടോ. ഒരു തൂണ് മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാ തൂണും അതേ ഒരു രീതിയിൽ തന്നെയാണ്. ട്രെയിൻ വന്നിറങ്ങുന്ന സമയത്ത് തന്നെ ഇവിടുന്ന് ധനുഷ്കോടി ഭാഗത്തേക്കൊക്കെ ഷെയർ വണ്ടിയൊക്കെ കിട്ടും. ഇതുപോലെയുള്ള വണ്ടിയൊക്കെ ബസ്സും കിട്ടും. ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ഇവിടുന്ന് ധനുഷ്കോടിയിലേക്ക് ബസ്സും ഉണ്ട്. ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് കയറി. ഇവിടെ രാമേശ്വരം എന്നുള്ള വലിയൊരു ബോർഡുണ്ട്. ഇവിടെയാണ് റെയിൽവേ ലൈൻ അവസാനിക്കുന്നത്. ആ ഒരു എൻഡ് പോയിന്റ് ഇവിടെയാണ്. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമുക്കിന്ന് പോകാനുള്ള വണ്ടി ഉള്ളത്. മധുരയിൽ നിന്ന് വന്നപ്പോൾ ഇതായിരുന്നു ലോക്കോമോട്ടീവ് ഉണ്ടായിരുന്നത്, WDP 4D. വണ്ടി പുറപ്പെടാൻ 1 മണിക്കൂർ കൂടിയുണ്ട്. നമ്മുടെ ട്രെയിനിന്റെ അനൗൺസ്മെന്റ്. നമുക്ക് എന്തായാലും ഒരു പുറകിലായിട്ട് കയറാം. എന്നാൽ മാത്രമാണ് ആ പാമ്പം പാലത്തിന്റെ നല്ലൊരു വ്യൂ കിട്ടുക. നെയിം ബോർഡൊക്കെ കാണാം. റേക്ക് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ് കേട്ടോ ഇത്. ചില ആൾക്കാരൊക്കെ കയറി തുടങ്ങി. ഒരു നല്ലൊരു സൈഡ് സീറ്റ് നോക്കി ഇരിക്കാം. ഇടത് ഭാഗത്താണ് ഇരിക്കേണ്ടത്. ഞങ്ങൾ ഈ ഒരു കോച്ചിലാണ് കയറുന്നത്. 2007 നിർമ്മിച്ച ഒരു കോച്ചാണിത്. ഇതിലധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല. ഇതില് ഇവിടെയായിട്ട് നമുക്കിരിക്കാം, ഈ 2 സീറ്റില്. രാമേശ്വരത്ത് നിന്നും മധുരൈ വരെ അൺറിസർവ്ഡിൽ ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 40 രൂപയാണ്. അതുപോലെ തന്നെ നമ്മുടെ യാത്രേന്റെ ഒരു പ്ലാൻ പറയുകയാണെങ്കിലേ 11:30 ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 മണിയോടുകൂടി നമ്മൾ മധുരയിലെത്തും. ഞങ്ങൾ അവിടുന്ന് തിരുനെൽവേലി പോകാൻ വേണ്ടിയിട്ട് ഓൾറെഡി ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. ഇന്നൊരു തിങ്കളാഴ്ചയാണ്, ഒരു വീക്കിലി വണ്ടി ഉണ്ട്. അതായത് ഹൈദരാബാദിലെ കാച്ചിഗുഡയിൽ നിന്ന് നാഗർകോവിലേക്ക് പോകുന്ന വണ്ടിയാണ്. അത് മധുരയിലെത്തുക ഏകദേശം ഒരു 3:20. ഞാനിപ്പോൾ അപ്ഡേഷൻ നോക്കിയ സമയത്ത് അരമണിക്കൂറാണ് വണ്ടി ഡിലേ. എന്താ പറയാ, അത്രയും സമയമില്ല നമുക്ക് മധുരയിൽ തന്നെ. ഈ വണ്ടി എന്തായാലും ഡിലേ ആവില്ലല്ലോ. 2:45 ആവുന്ന സമയത്ത് തന്നെ എത്തും. കാരണം സ്ലാക്ക് ടൈം ഒക്കെ ഉണ്ടല്ലോ. ഇവിടെ കാണുന്ന ഈ ട്രെയിനില്ലേ, ഇത് ചെന്നൈയിലെ താമ്പരത്ത് നിന്ന് രാവിലെ 9 മണിക്ക് ഇവിടെ എത്തിയ ബോട്ടുമേൽ എക്സ്പ്രസ് ആണ്. ഇനി ഇത് ഉച്ചയ്ക്ക് 1:30 തിരുവനന്തപുരത്തേക്കുള്ള അമൃത എക്സ്പ്രസ് ആയിട്ട് പോകും. അതായത് ഇതിന്റെ റേക്ക് ഷെയറിംഗ് ഒക്കെ അങ്ങനെയാണ് വരുന്നത്. അതിന്റെ നമ്പറൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കറക്റ്റ് 11:30 തന്നെ ഇതാ മധുരൈ പാസഞ്ചർ പുറപ്പെട്ടു. ഇനി അടുത്ത സ്റ്റോപ്പ് പാമ്പൻ. ഇത് താമ്പരം രാമേശ്വരം പാമ്പൻ എക്സ്പ്രസ് ആണ്. ഇന്ന് വൈകുന്നേരം തിരിച്ച് താമ്പരത്തേക്ക് പോകും. രാമേശ്വരം റെയിൽവേ സ്റ്റേഷനോട് വരാം. നമ്മുടെ ട്രെയിനിന്റെ ലോക്കോമോട്ടീവ് WDP 4D ആണ്. അമൃത എക്സ്പ്രസിൻ്റെത് ഈ റോഡിന്റെ WP 4 ആണ്. ഒരു WP 7 കൂടെ കാണാം.
യാർഡ് അവിടെയാണ്. ഒരു വണ്ടി ഉണ്ടല്ലോ. ഇതൊരു പാസഞ്ചറാണ്. പഴയ നമ്മുടെ ജനശതാബ്ദി എക്സ്പ്രസിൻ്റെ ആ ഒരു ലിവറിയാണിത്. ഇതില്ലല്ലോ. തിരുച്ചിറപ്പള്ളി രാമേശ്വരം എക്സ്പ്രസ് ആണ് കേട്ടോ ഇപ്പോൾ ഇവിടെ കണ്ട വണ്ടി. ഈ രാമേശ്വരമൊക്കെ ഒരു ദ്വീപാണ്. ഇനി നമ്മൾ ഒരു കടൽപ്പാലം കടന്ന് വേണം പോകാൻ, പാമ്പൻ പാലം. ആ പാലത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലാണ്. മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുക. രാമേശ്വരത്ത് നിന്ന് മധുരൈ ഭാഗത്തേക്ക് പോകുമ്പോൾ ട്രെയിനിൻ്റെ ഇടത് ഭാഗത്താണ് ഇരിക്കേണ്ടത്. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് റോഡും കൂടെ നല്ല വ്യക്തമായി തന്നെ കാണാം. ഈ പാമ്പൻ ഇപ്പോഴേ ട്രെയിൻ എടുക്കാനുള്ള ഒരു സാധ്യതയില്ല. തിരുവനന്തപുരം രാമേശ്വരം അമൃത എക്സ്പ്രസ് ഓൾറെഡി മണ്ഡപം റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു. മിക്കവാറും അത് വന്നതിന് ശേഷം മാത്രമേ ഇനിയിപ്പോൾ ഈ ഒരു വണ്ടി എടുക്കുള്ളൂ. തിരുവനന്തപുരം രാമേശ്വരം അമൃത എക്സ്പ്രസ് ഇതാ തിരുച്ചിറപ്പള്ളി രാമേശ്വരം എക്സ്പ്രസിനെ ഓവർടേക്ക് ചെയ്യുകയാണ്. ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട വണ്ടിയായത്. ഇപ്പം ഈ വരുന്ന ട്രെയിനില്ലേ, ഇതിനിപ്പോൾ വൈകുന്നേരം ചെന്നൈയിലേക്കുള്ള ബോട്ട് മെയിലായിട്ട് പോകും. ഇതിൻ്റെ റേറ്റ് ഷെയറിങ് അങ്ങനെയാണ്. രാമേശ്വരം മധുരൈ പാസഞ്ചർ ഇതാ പാമ്പൻ കടൽപ്പാലം വഴി കടന്നു പോവുകയാണ്. പഴയ പാലം അതാണ്. റോഡ് ഇതാ മുകൾ ഭാഗം വഴി പോവുകയാണ്. വെർട്ടിക്കൽ ലിഫ്റ്റ് ഭാഗം ഇവിടെയാണ്. അങ്ങ് അവിടെയായിട്ട് ഒരുപാട് ബോട്ടുകൾ അത്ര കാണാം. ഈ ട്രെയിൻ പോകുന്ന കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരാണ് മുകൾ ഭാഗത്ത്. ശരിക്കും ഈ താഴെ കാണുന്ന പഴയ പാലമില്ലേ, അതുവഴി ട്രെയിനിൽ പോകുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു പേടി തോന്നിക്കുക. ഇപ്പൊ സഞ്ചരിക്കുന്ന ഈ ഒരു പാലമില്ല, പുതിയ പാലം, അത് എത്രയോ ഹൈറ്റിലാണ്. ഇതിലൂടെ യാത്ര ചെയ്തവർക്ക് അറിയാം. ഒരു മഴക്കാലത്തൊക്കെ ആ ഒരു പാലം വഴി ട്രെയിനിൽ യാത്ര ചെയ്തവർക്ക് അറിയാം അതിന്റെ എത്രത്തോളം ഭീകരത. ഞങ്ങളത് ശരിക്കും മനസ്സിലാക്കിയതാണ്. 2019 അതുവഴി ഇഷ്ടംപോലെ തവണ ഞങ്ങൾ യാത്ര പോയതാണ്. നേരെ ഇനി ഈ ഒരു ഭാഗത്തേക്ക് നോക്കുവാണെങ്കിലും കടൽ തന്നെയാണ്.
ഒരുപാട് ചെറിയ ബോട്ടുകളൊക്കെ കാണാം ഇവിടെ. പന്ത്രണ്ട് 6 ട്രെയിൻ ഇതാ മണ്ഡപം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. മണ്ഡപം ക്യാമ്പ് റെയിൽവേ സ്റ്റേഷനാണ് ഇത്. രാമനാഥപുരം ഭാഗത്തേക്ക് പോകുന്ന ഒരു ബസ്സാണിത്. റെയിൽവേ ട്രാക്കും റോഡും ഒരേപോലെ തന്നെയാണ്. പന്ത്രണ്ട് 45 ട്രെയിൻ ഇതാ രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഈ റൂട്ടിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണിത്. ഇവിടെ ആകെ 3 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. ഏർവാടി ദർഗയിലേക്ക് പോകണമെങ്കിൽ ഈ രാമനാഥപുരത്താണ് വന്നിറങ്ങേണ്ടത്. ഇവിടെ നിന്ന് 29 കിലോമീറ്ററാണ് ദൂരം. 1:20 ട്രെയിൻ ഇതാ പരമക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ 2 മിനിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ട്രെയിൻ സ്റ്റോപ്പ്. അങ്ങനെ ഇവിടുന്ന് വണ്ടി എടുത്തു. ഈ ഭാഗത്തെ ചൂടൊക്കെ എങ്ങനെയുണ്ട് നവി? ട്രെയിനകത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ആശ്വാസമാണ്. ഞാൻ ചിന്തിക്കുകയാണ്, തമിഴ്നാട്ടിൽ ഭയങ്കര ചൂടല്ലേ, അതേസമയം നമ്മുടെ കേരളത്തിലാണെങ്കിലോ നല്ല മഴയും. ട്രെയിൻ ഇപ്പോൾ മാനാമധുരയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വിരുദനഗർ ഭാഗത്ത് നിന്ന് വരുന്ന ലൈനാണ്. ചെറിയൊരു വളവുണ്ട് സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ. ഒന്ന് 50 മാനാമധുരൈ ജംഗ്ഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. മാനാമധുരയിലാകെ 5 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഇവിടെ 5 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. ഇവിടുന്ന് 4 ലൈനുകളാണ് ആകെ ഉള്ളത്. ഒന്നിപ്പോൾ നമ്മൾ വന്ന രാമേശ്വരം, ഇനിയിപ്പോൾ പോകുന്ന മധുരൈ, മറ്റൊന്നുള്ളത് നേരെ വിരുദനഗർ, പിന്നെ ഒന്നുള്ളത് കാരൈക്കുടി, അതായത് ട്രിച്ചിയിലേക്കൊക്കെ പോവാം. ഇവിടുന്ന് ഒരു ക്രോസിംഗ് ഉണ്ട്, മധുരൈ രാമേശ്വരം പാസഞ്ചർ. മധുരയിൽ നിന്നും ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഈ വണ്ടി പുറപ്പെട്ടത്. നമ്മളങ്ങനെ മധുരയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതാണ് നമുക്ക് പോകാനുള്ള തിരുനെൽവേലി ലൈൻ. ഇപ്പം 3:10 3:25 നമുക്ക് പോകാനുള്ള ട്രെയിൻ പുറപ്പെടുക. കച്ചിഗുഡ നാഗർകോവിൽ എക്സ്പ്രസ് ഓൾറെഡി പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട്. ഭാഗ്യത്തിൽ സ്റ്റേഷനിലെത്തി. ഇനി അത്രയേ ഉള്ളൂ സമയം. ഇതിനിപ്പോൾ ഇവിടെ എങ്ങാണ്ട് നിർത്തുന്നതാണ് അടുത്ത പേടി. ശരിക്കും ഞങ്ങൾ ഇത്രയും ടൈറ്റ് കണക്ഷൻ എടുക്കാറില്ല. സ്റ്റേഷൻ കാണാം. രാമേശ്വരത്ത് നിന്നും 161 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ മധുരൈ ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. 3:11 ഇപ്പോൾ. ഇനി നമ്മുടെ വണ്ടി ഏത് പ്ലാറ്റ്ഫോമിലാണെന്ന് ആദ്യം നോക്കണം. അല്ല, ഈ ഭാഗത്തല്ല. കാച്ചിഗുഡ നാഗർകോവിൽ എക്സ്പ്രസിന്റെ സ്ലീപ്പർ ക്ലാസ് ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. S2 ആണ്. അങ്ങനെ കറക്റ്റ് 3:20 തന്നെ നമ്മുടെ വണ്ടി ഇതാ മധുരൈ ജംഗ്ഷൻ എടുത്തു. നമ്മളിവിടെ എത്തലും പുറകുന്ന കൊടി വീശിയത് ഒരേ സമയത്തായിരുന്നു. ചെറിയൊരു ലക്കിനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രെയിൻ കിട്ടിയത്. ഭാഗ്യം, അല്ലെങ്കിൽ പൈസ പോയാനെ. മധുരൈ ജംഗ്ഷൻ, ചെന്നൈ എഗ്മോർ, തേജസ് എക്സ്പ്രസ് ആണ് ഇവിടെയുള്ളത്. ഞങ്ങൾ ഈ തേജസ്സിൽ
മധുരയിൽ നിന്ന് ചെന്നൈയിലേക്കും ചെന്നൈയിൽ നിന്ന് മധുരയിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ യാത്ര ചെയ്തിട്ടുണ്ട്. നല്ലൊരു അടിപൊളി വണ്ടിയായത്. സൗത്ത് ഇന്ത്യയിലെ ഒരേ ഒരു തേജസ്. ഇതാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. നിലവിലിപ്പോൾ ഇവിടെ നവീകരണം നടക്കുകയാണ്. ഇവിടൊക്കെ ഒരു ഷീറ്റൊക്കെ വെച്ച് മൂടിയിട്ടാണ് ഉള്ളത്. ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ രാമേശ്വരം മധുര വണ്ടി ഒരു 10 മിനിറ്റ് എങ്ങാണ്ട് ഡിലേ ആയിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി നഷ്ടപ്പെട്ടേനെ. അതിൻ്റെ ആ ഒരു ഇതുവരെ റിക്കവർ ആയിട്ടില്ല. സ്റ്റേഷൻ്റെ കോഡ് MDU എന്നാണ്. നമ്മൾ വന്ന ഒരു രാമേശ്വരം ലൈൻ ഇതായിരുന്നു. തേനി ബോഡി നായക്കനൂർ ലൈനാണ് ഈ പോകുന്നത്. സിംഗിൾ ലൈനാണിത്. നമ്മൾ ഏറ്റവും പുറകിലാണ്. ട്രെയിനിൻ്റെ നല്ലൊരു കാഴ്ച കാണാം. WAP4 ആണ് ഈ ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവ്. മധുരൈ ടു വിരുദനഗർ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് ട്രെയിൻ പോകുന്നത്. 110. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് വിരുദനഗർ തന്നെയാണ്. ഇപ്പോൾ 3:37 3:55 ട്രെയിൻ ഇപ്പോൾ വിരുദനഗർ ജംഗ്ഷനിലെത്തിയേ. ഈ ട്രെയിനിൽ, അതായത് മധുരയിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് അൺറിസർവ്ഡിൽ പോകേണ്ട യാത്ര മാത്രമേ ഉള്ളൂ. ഞങ്ങളിതിൽ സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള മെയിൻ കാരണം തിരുനെൽവേലിയിൽ ഞങ്ങൾ റെയിൽവേൻ്റെ റിട്ടയർ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബുക്ക് ചെയ്യണമെങ്കിൽ PNR നമ്പർ വേണം. അപ്പോൾ എന്തായാലും പിന്നെ ഈ സ്ലീപ്പർ ക്ലാസ്സിൽ തന്നെ ബുക്ക് ചെയ്യാമെന്ന് കരുതി. ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 150 രൂപയാണ്. ഈ വിരുദനഗർ ജംഗ്ഷൻ വരാൻ കാരണം ഇവിടുന്ന് 4 ലൈനുകളാണ് പോകുന്നത്. ഒന്നിപ്പോൾ നമ്മൾ വന്ന മധുരൈ ലൈൻ, മറ്റൊന്ന് ഇനിയിപ്പോൾ പോകാനുള്ള തിരുനെൽവേലി, പിന്നെയൊന്നുള്ളത് മനാമധുരൈ, പിന്നെയൊന്നുള്ളത് നേരെ ശിവകാശി. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലായിരുന്നു ട്രെയിൻ വന്നത്. അങ്ങനെ ഇവിടുന്ന് എടുത്തു. 3:59 ഇപ്പോൾ. തിരുവനന്തപുരം തിരുച്ചിറപ്പള്ളി ഇൻട്രസിറ്റിയൊക്കെ ഇനി വരാനുണ്ട്. സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ വലിയൊരു വളവാണ്. ഈ കാണുന്നൊരു ഫ്രെയിമിലായിരുന്നു ഇൻട്രസിറ്റി വരേണ്ടത്. പൊളിച്ചേനെ. നമ്മൾ സൂം ചെയ്ത് നോക്കുമ്പോഴാണ് ആ ട്രാക്കിൻ്റെ വളവ് ശരിക്കും മനസ്സിലാവുക. നാഗർകോവിൽ ചെന്നൈ എഗ്മോർ വന്ദേ ഭാരത് കടന്നു വരികയാണ്. ട്രെയിൻ ഇപ്പോൾ സാത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ട്രെയിനില്ലേ, ഇതിൻ്റെ നമ്പർ വരുന്നത് 163-53 ആണ്. ഇത് ഇന്നലെ വൈകുന്നേരം 3:45 കാച്ചിഗുഡയിൽ നിന്ന് പുറപ്പെട്ടത്. കാട്ട്പാടി, ജോളാർപേട്ടൈ, അതുപോലെ തന്നെ നമ്മുടെ തിരുച്ചിറപ്പള്ളി വഴിയാണ് ഈ വണ്ടി വന്നത്. ഇനിയിപ്പോൾ തിരുനെൽവേലി എത്തുന്നതിന് മുന്നേ ഒരു സ്റ്റോപ്പും കൂടി ഉണ്ട്, കോവിൽപ്പട്ടി. 4:43 ട്രെയിൻ ഇപ്പോൾ കോവിൽപ്പട്ടി റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇതാ ഇവിടുന്ന് വണ്ടി എടുത്തു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് തന്നെയാണ് തിരുനെൽവേലി. അതിനിടയിൽ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ പറ്റൂല്ലേ നവി? എന്താ ഇത്? കാറ്റാടി മരങ്ങളാണ്, നല്ല കാറ്റായിരിക്കും ആ ഒരു റൂട്ടിൽ. അതുപോലെ തന്നെ വഞ്ചിമണിയാച്ചി എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ ഉണ്ട്. ആ സ്റ്റേഷനിൽ പോയാൽ തന്നെ മൊത്തം കാറ്റേ ഉള്ളൂ, പക്ഷെ അവിടെ സ്റ്റോപ്പ് ഇല്ല. കോവിൽപ്പട്ടിയൊക്കെ തൂത്തുക്കുടി ജില്ലയിലാണ്.
ഈ ട്രെയിനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിലിനിപ്പം വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇവിടെയുള്ള എല്ലാം ഒന്നും കറങ്ങുന്നില്ല. ഇതിവിടെ ഇങ്ങനെ കറങ്ങാതെ നിൽക്കുകയാണ്. അതൊക്കെയുണ്ട്. ട്രെയിൻ ഇപ്പോൾ വാഞ്ചി മണിയാച്ചി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. സ്ലോ ആയിട്ടാണ് പോകുന്നത്, കാരണം ഈ വണ്ടി ബിഫോർ ടൈമാണ്. ഇനിയിപ്പോൾ കുറച്ച് ദൂരമല്ലേ ഉള്ളൂ തിരുനെൽവേലിയിലേക്ക്. ഇപ്പോൾ ഇതുവഴി ഒരു ട്രെയിൻ കടന്നു പോകും, തിരുനെൽവേലി ദാദർ ചാലൂക്യ എക്സ്പ്രസ്. ആ ട്രെയിനിൽ നിന്ന് 1 മണിക്കൂർ റീഷെഡ്യൂളാണ്. വണ്ടി ഇവിടെ ഏകദേശം എത്താനായി. ചാലൂക്യ എക്സ്പ്രസ്. വാഞ്ചി മണിയാച്ചി റെയിൽവേ സ്റ്റേഷൻ. ഇത് ജംഗ്ഷനാണ്. ഇവിടെ നിന്നാണ് തൂത്തുക്കുടിയിലേക്കുള്ള ലൈൻ പോകുന്നത്. ഇതൊരു കിടില റെയിൽവേ സ്റ്റേഷനാണ്. തൂത്തുക്കുടിയിലേക്ക് ഇപ്പൊ നമുക്ക് കാണുക. ഇതാണ് നേരെ തൂത്തുക്കുടിയിലേക്ക്. മധുരയിൽ നിന്നും 157 കിലോമീറ്റർ യാത്ര ചെയ്ത ട്രെയിൻ ഇതാ തിരുനെൽവേലി ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. 5:49. ഇന്ത്യയിലെ ഏറ്റവും ദൂരത്തിലോടുന്ന 4ാമത്തെ ട്രെയിനാണിത്. തിരുനെൽവേലി ശ്രീമാതാ വൈഷ്ണോദേവി കട്ര നവയുഗ് എക്സ്പ്രസ്. ഈ ട്രെയിനിൽ ശ്രീമാതാ വൈഷ്ണോദേവി കട്ര മുതൽ തിരുനെൽവേലി വരെ സ്ലീപ്പർ ക്ലാസ്സിൽ ഞങ്ങൾ യാത്ര ചെയ്തതാണ്. നമ്മുടെ വണ്ടി വന്നത് 1ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് പ്രത്യേകിച്ചൊന്നും കഴിച്ചൊന്നുമില്ല. ഇനി നേരെ ഫുഡ് കഴിക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഞങ്ങളിവിടെ ഫുഡ് കോർട്ടിൽ വന്നിട്ട് വെജ് ബിരിയാണി കേട്ടോ കഴിക്കുന്നത്. നല്ല ചൂടുണ്ട് ബിരിയാണിക്ക്. ഭക്ഷണം കഴിച്ച് ഇനി നേരെ റിട്ടയറിംഗ് റൂമിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ഫ്ലോറിലാണ് റിട്ടയറിംഗ് റൂം വരുന്നത്. നേരെ പോയിട്ട് ഇനി ചെക്ക് ഇൻ ചെയ്യാം. ഞങ്ങളങ്ങനെ റൂം ചെക്ക് ഇൻ ചെയ്തേ. ഇവിടെയാണ് ടോയ്ലറ്റും ബാത്റൂമൊക്കെ വരുന്നത്. ഇത് അത്യാവശ്യത്തിന് വലിയൊരു റൂം തന്നെയാണ്. ഈ ഭാഗത്തൊരു ചെയർ കാണാം, അവിടെ ഒരു ചെയറുണ്ട്, ഒരു ടേബിൾ അങ്ങ് അവിടെ ഉണ്ട്, ഒരു ടേബിൾ ഇങ്ങ് ഇവിടെ ഉണ്ട്, ഇവിടെയുണ്ട്. വലിയൊരു മിററുണ്ട്. ഇത് നോൺ AC റൂമാണ്, അതുകൊണ്ട് 2 ഫാനൊക്കെ ഉണ്ട്. പില്ലോയും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ റൂമിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാനായി സാധിക്കുന്നത് തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു പുറത്തെ കാഴ്ചയാണ്. അതായത് ബസ്സൊക്കെ വന്ന് നിർത്തുന്ന ഒരു ഏരിയ ആണത്. തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷനിലെ റിട്ടയറിംഗ് റൂമിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ 24 മണിക്കൂർ സ്ലോട്ടിലാണ് ഈ റൂം കിട്ടിയത്. ഇന്ന് രാവിലെ 7 മണി മുതൽ നാളെ രാവിലെ 7 മണി വരെ. ഇവിടെ 12 മണിക്കൂർ സ്ലോട്ടും ഉണ്ട്, പക്ഷേ ഞങ്ങൾ അവസാന സമയത്താണ് ബുക്ക് ചെയ്തത്. അതുകൊണ്ടാണ് 24 മണിക്കൂറുള്ള ഒരു സമയത്തെ ബുക്കിംഗ് കിട്ടിയത്. 24 മണിക്കൂർ നേരത്തേക്ക് ഈ ഒരു നോൺ AC റൂമിന് ഞങ്ങൾക്ക് ആകെ വന്ന വാടക 685 രൂപയാണ്. ഈ തിരുനെല്വേലിയിൽ റൂം മാത്രമല്ല കേട്ടോ, ഡോർമെട്രി കൂടി ഉണ്ട്. ഈ നോൺ AC ഡോർമെട്രി ആണ്. അതിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊക്കെ ഞങ്ങൾ ഓൺലൈൻ വഴിയാണല്ലോ ചെയ്തത്. നമുക്ക് ഡോർമെട്രി എന്ന് പറയുന്നത് ഓഫ്ലൈൻ ആണ്. അതായത് ഇവിടെ വന്നിട്ട് എടുക്കേണ്ടി വരും. ഞങ്ങൾ ആദ്യം അതൊന്ന് ട്രൈ ചെയ്താലെന്ന് വിചാരിച്ചത്. പക്ഷെ ഇവിടെ ഈ സമയത്ത് ഒരു പക്ഷെ ഇല്ലെങ്കിലോ പെട്ടുപോകും. അതുകൊണ്ടാണ് ഞങ്ങൾ ഓൺലൈൻ വഴി ഇല്ല സമയത്ത് ആ സ്ലോട്ട് തന്നെ എടുത്തത്. ഈ ഡോർമെട്രിന്റെ കാര്യം പറയുകയാണെങ്കിൽ 12 മണിക്കൂറിന് 200 രൂപയാണ് വരുന്നത്. ഇവിടെ ആകെ 3 റൂമുകളാണുള്ളത്. അതിൽ റൂം നമ്പർ 4 ആണ് ഞങ്ങളുടേത്. ഇവിടുന്ന് നേരെ താഴേക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു ടിക്കറ്റ് കൗണ്ടറിന്റെ ഭാഗം. ഈ രാത്രി സമയത്ത് നല്ല തിരക്കാണ് ഇവിടെ. തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷന്റെ പുറത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഈ ഭാഗത്ത് തന്നെ ഒരുപാട് ബസ്സുകളൊക്കെ വരും നേരിട്ട് പുതിയ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തേക്ക്. ഇവിടുന്ന് 5 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇതേ ഒരു ബസ് വരുന്നത് കാണാം. എല്ലാ സമയത്തും ഇവിടുന്ന് ബസ് സർവീസ് ഉണ്ട്.
ബസ് കയറാൻ വേണ്ടിയിട്ട് വേറെ എവിടെയും പോകേണ്ട കാര്യം വരുന്നില്ല. ഇതുപോലെയുള്ള ബസ്സുകളാണ് കൂടുതലും വരിക. ഇവിടുന്ന് റൗണ്ട് അടിച്ച് വരും. തിരുനെൽവേലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തിരുനെൽവേലി ഹലുവ. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കട ഇരുട്ട് കടയാണ്. ഞങ്ങൾ ഇവിടുന്ന് തന്നെ ഒരുപാട് തിരുനെൽവേലി ഹലുവയൊക്കെ വാങ്ങി ട്രൈ ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല കിട്ടിലും ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊക്കെ ആദ്യമായിട്ട് തിരുനെൽവേലി വരികയാണെങ്കിൽ ഹലുവ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. ഇതാ അടുത്തൊരു ബസ് വരികയാണ്. ബസ് ഇങ്ങനെ ഓരോ സമയത്തും വരും. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗത്തെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഒരുപാട് റെസ്റ്റോറൻറ്റുകളും ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് ഇവിടെ. റെയിൽവേ സ്റ്റേഷൻ അങ്ങ് അവിടെയാണേ. അവിടുന്ന് ഞങ്ങൾ നടന്നിതാ ഈ ഒരു ഭാഗത്തെത്തി. ഐ ലവ് നെല്ലൈ. ഇവിടെ ഉള്ളത് പെരിയാർ ബസ് സ്റ്റേഷൻ, തിരുനെൽവേലി ജംഗ്ഷൻ. ഇപ്പോൾ ഒരുപാട് ബസ്സുകളൊക്കെ ഇതാ ഈ ഭാഗത്ത് നിർത്തിയതൊക്കെ കാണാം. അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലാണ്. നേരത്തെ ഞാൻ പറഞ്ഞത് പുതിയ ബസ് സ്റ്റാൻഡ്. അത് ഇവിടുന്ന് 5 കിലോമീറ്റർ പോകാനാണെങ്കിൽ ഇതുപോലെയുള്ള കുറച്ച് ബസ്സുകളൊക്കെ ഉണ്ടാവും. അതിൽ കയറി പോയാൽ മതിയാകും. നം നെല്ലൈ നം പെരുമൈ. ഈ തിരുനെൽവേലി ഭാഗത്തിനെ നെല്ലൈ എന്നാണ് പറയുക. ആ ഭാഗത്തേക്കും ഒരുപാട് ടൗണിൻ്റെ ഭാഗമുണ്ട്. ഞങ്ങളിത് ഇവിടം വരെ മാത്രമേ വന്നുള്ളൂ കേട്ടോ. ഞങ്ങളന്ന് ഇതിലൂടെയൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും 2 ബസ്സുകൾ കൂടി റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ബസ് ഇതാ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഇങ്ങനെ ഓരോ ബസ്സും പോകുന്നുണ്ട്. നവി, അവിടെ എഴുതിയ ഒരു തമിഴ് എന്താ ആ കടക്ക്? അതൊരു ഹലുവ കടയാണ്. ലക്ഷ്മി വിലാസം എന്നാണ് എഴുതിയിട്ടുള്ളത്. ലക്ഷ്മി വിലാസം. ഇവിടെ ഒരുപാട് ഇതുപോലുള്ള ഷോപ്പുകൾ ഉണ്ട് കേട്ടോ. അടുത്തൊരു ബസ് കൂടി ഇതാ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ബസ്സിനൊരു ക്ഷാമമില്ല ഇവിടെ. ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ യാത്രയാണ്. ആദ്യം തന്നെ ഞങ്ങളുടെ 2 പേരുടെയും മുഖത്തേക്കൊന്ന് നോക്കിയേ. വേർത്തൊലിച്ച് ഒരു പരിവായിട്ടാണുള്ളത്. ശരിക്കും കരിവാളിച്ച് പോയി തന്നെ പറയാം. അത്രയും കൊടും ചൂടാണല്ലോ. നമ്മുടെ നാട്ടിൽ നല്ല മഴയും ഇവിടെയാണെങ്കിൽ കൊടും ചൂടും. ഇനി അടുത്ത ദിവസത്തെ യാത്ര തിരുനെൽവേലിയിൽ നിന്ന് തന്നെയാണ്. ചെറിയൊരു പാസഞ്ചർ യാത്രയാണ്. അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ ബൈ ബൈ.